അവിഹിതത്തിന് ശേഷം പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്ന ടോപ്പിക്കിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഏതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലും സൗഹൃദം ഉണ്ടാകുന്നു, പ്രണയമുണ്ടാകുന്നു, മറ്റൊരാളോട് അടുപ്പം തോന്നുന്നു. പലപ്പോഴും അവരുടെ കഷ്ടതകളിൽ അയാളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കാം ഇദ്ദേഹം അവരുടെ അടുത്തേക്ക് പോകുന്നത്. അവർ സൗഹൃദം, സ്നേഹം, പ്രണയത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് പലപ്പോഴും ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ ഫിസിക്കൽ ഇൻറ്റിമസിയിലോ ആണ്. പക്ഷേ ഇത് കഴിയുന്നതോടുകൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രണയത്തിൻ്റെ അതിൻ്റെ തീവ്രത അനുരാഗത്തിൻ്റെ തീവ്രത കൂടുകയും ഇവർ പലപ്പോഴും വളരെയധികം ഒബ്സസ്ഡ് ആവുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒബ്സസ്ഡ് ആവുന്ന പോയിൻ്റ് തൊട്ടാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഈ ഒബ്സഷൻ പോയിന്റിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇനി എൻ്റെ ലോകം, ഇദ്ദേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അതായത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ ഓക്സിജൻ എന്നൊക്കെ തോന്നുന്നൊരു ഫീലൊക്കെ എത്തും. അവിടെ ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ലവ് ഫോർമുലയാണ് സ്റ്റാർട്ട് ആകുന്നത്. ട്രയാങ്കിൾ ലവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന കണക്ക് പ്രണയം ഇവിടെ ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവിടെ ലോക്കായി കഴിയുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് ഭാര്യയും കുട്ടികളെയും അറിയാതിരിക്കാനുള്ള ഒരു ഉത്കണ്ഠയും ടെൻഷനുമായിരിക്കും ഇദ്ദേഹത്തിന് ആരംഭിക്കുന്നത്. പല സാഹചര്യങ്ങളിലും ആദ്യ ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഒരു അവിഹിത ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ടാകുക. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന സ്ത്രീ അതെല്ലാം വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിന് അവരെ കണ്ണെടുത്താൽ കൊണ്ടുവിടുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവരോട് അത്രയും വെറുപ്പാണെന്നൊക്കെ കരുതിയായിരിക്കും ഇവർ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ ഒരു ആഴം കൂടുന്നത്. പിന്നീട് ഈ പറയുന്ന ഹസ്ബൻഡ് ഇവരുടെ കാമുകൻ അവരുടെ സ്വന്തം ഭാര്യയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നതോ അവരോടൊപ്പം സന്തോഷപൂർണ്ണമായിട്ടുള്ള മൊമെൻറ്റ്സുകൾ ഷെയർ ചെയ്യുന്നതോ ഒക്കെ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പലപ്പോഴും ഇവർക്ക് സഹിക്കാൻ പറ്റാതെ വരികയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന കാമുകൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരുടെ കുടുംബജീവിതത്തിലേക്ക് ഇടപെടുകയും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ ഞാനിപ്പം പറയുകയാണെങ്കിൽ നമ്മളൊരു 100 സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ ഒരു 90% സ്റ്റോറിക്ക് അതിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ സംഭവിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ അഭിമാനം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ മുന്നിൽ, ആ കുട്ടികളുടെ മുന്നിൽ എല്ലാം നിഷ്പ്രഭമാവുകയും പലപ്പോഴും പിന്നീടുള്ള സമയങ്ങളിൽ അദ്ദേഹത്തിന് കുറ്റബോധത്തോടു കൂടി ജീവിക്കേണ്ട ഒരവസ്ഥയാണ്. അതേസമയം ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് അവരെ ഡിവോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവരെ സ്വീകരിക്കാനോ ഉള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കില്ല. കാരണം പലപ്പോഴും ആ സ്ത്രീ ചിലപ്പോൾ ആ ഡിവോഴ്സിന് തയ്യാറാവില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവരെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓഫൻസായില്ലേ, അതായത് കുറ്റകരമാണ്. ഒരു വിവാഹം നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും എല്ലാ ആളുകളുടെ ജീവിതത്തിലും മോശക്കാരനായി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. പ്രത്യേകിച്ചും കുട്ടികളുടെ മുന്നിൽ ആത്മാഭിമാനം ഇല്ലാത്ത ഒരാളായി ജീവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിൽ ആത്മാഭിമാനം ഇല്ലാത്ത ആളായി ജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് പുരുഷന്മാർ പലപ്പോഴും ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് കണ്ടിരുന്നു. ഇവരുടെ പുരുഷൻ്റെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇന്ന് കരയുക ഒന്നുമല്ല, അവൻ റെക്ലെസ് ആയിട്ടുള്ള സെക്സിന് വേണ്ടി പോകുമായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന മദ്യത്തിന് അടിമയാവും, മയക്കുമരുന്നിന് അടിമയാവും, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോവും, അങ്ങനെയുള്ള ഒരേ ആർക്കും പിടികൊടുക്കാതെ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലും മാനസിക വിഷമങ്ങളിലൂടെ ആയിരിക്കും ഇവന് കടന്നു പോകുന്നത്. പിന്നീട് ഇവൻ കഷ്ടപ്പെട്ടിട്ട് ഇവൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫാമിലിയെയും കുടുംബത്തെയും കുട്ടികളെയൊക്കെ തിരികെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും അത് നടക്കാതെ വരികയും ഇവൻ വെറുക്കപ്പെട്ടവനായിട്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ അത്രത്തോളം മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും മാനസിക വിഷമങ്ങളിലൂടെ ആയിരിക്കും ഇവൻ കടന്നു പോകുന്നത്. അതൊരു സിനാരിയോ. ഇതിൻ്റെ 2 സിനാരിയോയിലുള്ള കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അപ്പർ ഹാൻഡ് ആർക്കാണോ ഉള്ളത് അവിടെയാണ് ഈ ഗെയിം മൊത്തം ചേഞ്ച് ആകുന്നത്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ആണ് ഒരു പുരുഷൻ്റെ പുറകെ പോകുന്നതെങ്കിൽ അവിടെ അപ്പർ ഹാൻഡ് പുരുഷനായിരിക്കും ഉള്ളത്. അതായത് ഈ സ്ത്രീയുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ആ പുരുഷനുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ പുരുഷൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ പോകുന്നത്. അതെൻ്റെ ഒരു അനാലിസിസാണ് കേട്ടോ. അപ്പോൾ സേഫ് ആൻഡ് സെക്യൂരിറ്റി ആണ് ദ മെയിൻ റീസൺ. ഇത് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞുതരാം. നേരെ തിരിച്ച് ഇതിൻ്റെ വേറെ വെർഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് പുരുഷൻ പലപ്പോഴും വീണ്ടും രണ്ടാമത് റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നൊരു സിനാരിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടുകയും നമുക്ക് കറക്റ്റായിട്ട് എവിടെ നിൽക്കണമെന്നുള്ളതിൻ്റെ ഒരു ബോധ്യം കിട്ടുകയും ചെയ്യും. അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അവിഹിതത്തിലേക്ക് പോകുന്ന സ്ത്രീയാണ് അപ്പർ ഹാൻഡെങ്കിൽ, സ്ത്രീക്കാണ് അപ്പർ ഹാൻഡെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ പുരുഷന് പലപ്പോഴും തേപ്പ് കിട്ടുക, അല്ലെങ്കിൽ നഷ്ടപ്പെടലുണ്ടാവുക എന്നൊക്കെ പറയത്തില്ല, അവൻ മാക്സിമം എഫർട്ട് അവനായിരിക്കും നഷ്ടം ഉണ്ടാകുന്നത്. ആ സിനാരിയോ ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ചില റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്കാണ് അപ്പർ ഹാൻഡെങ്കിൽ അവളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും പലപ്പോഴും അവളുടെ ഫാമിലി അവൾക്ക് സേഫ് ആണെങ്കിൽ, അവൾക്ക് അവിടെ സെക്യൂർ ആണെങ്കിൽ അത് അവൾ ഹോൾഡ് ചെയ്യാൻ നോക്കും.
അതോടൊപ്പം തന്നെ അവളുടെ ഹസ്ബൻഡിൽ നിന്ന് നല്ല ഇൻകം കിട്ടുന്നുണ്ട്, ഹസ്ബൻഡ് നല്ല വെൽ സെറ്റിൽഡ് ആണ്, വെൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഹോൾഡ് ചെയ്തതിന് ശേഷം അവർ പല റീസൺസ് പറഞ്ഞിട്ട്, ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പുരുഷന്മാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. അതായത് അവർ പറയുന്ന റീസൺസ് നമുക്ക് മനസ്സിലാവും, എന്താണ് പറയുക, ഇത് വാലിഡ് അല്ല, അല്ലെങ്കിൽ ഇതെന്താണ് പറയുക, വെറുതെ പറയുന്നതാണെന്നൊക്കെ പറയും, വെറുതെ പറയുന്നതാണൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇവർ ആ റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുകയും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങും എത്താൻ പറ്റാത്ത രീതിയിൽ അവരെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയും, എന്താ പറയുക, ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അവളുടെ കാമുകൻ്റെ വശത്താണെങ്കിൽ അങ്ങോട്ട് പോകാൻ ഒരു കൂട്ടം സ്ത്രീകൾ ശ്രമിക്കുന്നു. മറിച്ച് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിൽ ഇവർ കാമുകൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാർ ഇത്തരത്തിലുള്ള എല്ലാ വേദനകളും അനുഭവിക്കേണ്ടി വരും, വേദനകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാനത് അനലൈസ് ചെയ്ത് പറയുന്നത്. ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരത്തില്ല, അത്രത്തോളം ടോപ്പിക്കുകളുണ്ട്, അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, അത്രത്തോളം സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബുക്ക് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ബുക്കിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ടത്, ബുക്ക് എന്തായാലും ഉടൻ തന്നെ റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് ഒരു ചാപ്റ്ററായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയ ടോപ്പിക്കുകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നായിരുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.